ഹാമിദ് മാഷ് സാലിബിൻ്റെ ഉപ്പയെ ഫോണിലൂടെ വിളിച്ച ആ സംഭാഷണത്തിന് ശേഷം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു മൻലൂമയാണ്. മൻലൂമ എന്നാൽ മനസ്സിലായോ? കവിത അല്ലേ? കവിതക്കാണ് അറബിയിൽ മൻലൂമ എന്ന് പറയുന്നത്. നമ്മുടെ മൻലൂമയുടെ പേര് അബി ഹബീബി എന്നതാണ്. പേജ് 13 അതുള്ളത്. അബി ഹബീബി. അബുൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ബാപ്പ അല്ലേ? അബി എൻ്റെ ഉപ്പ, ഹബീബി പ്രിയപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന വിഷയത്തിലുള്ള ഒരു കവിതയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമുക്കതൊന്ന് പാടി നോക്കാം. യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്റുമാതി അൻത തസ്ആലി സുറൂരി അൻത തശ്ഖാലി നജാതി അൻത തശ്ഖാലി നജാതി. നമുക്ക് നല്ല ഈണത്തിൽ ആ പാട്ടൊന്ന് കേൾക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആശയം ഒന്ന് ശ്രദ്ധിക്കാം. യാ അബി അൻത ഹബീബി, ഉപ്പ നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അൻത അഹ്ലുൽ മക്റുമാത്തി, നിങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നയാളാണ്. അൻത തസ്ആ ലി സുറൂരി, എൻ്റെ എല്ലാ സന്തോഷങ്ങൾക്കും വേണ്ടി പ്രയത്നിച്ചത് നിങ്ങളാണ്. അൻത തശ്ഖാ ലി നജാത്തി, അൻത തശ്ഖാ നിങ്ങളാണ് പ്രയാസപ്പെട്ടത്, ലി നജാത്തി എൻ്റെ വിജയങ്ങൾക്ക്, എനിക്ക് ലഭിച്ച എല്ലാ വിജയങ്ങളുടെ പിന്നിലുള്ള പ്രയാസം സഹിച്ചത് നിങ്ങളാണ്. എൻ്റെ സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതും സഹിക്കുന്നതും നിങ്ങളാണ്. വലി ഉമ്മി കുല്ലു ഫളലിൻ, എൻ്റെ ഉമ്മക്കാണ് എല്ലാ ക്രെഡിറ്റും എല്ലാ ശ്രേഷ്ഠതയും. ഫഹിയ റൂഹി വഹയാത്തി, ഉമ്മയാണ് എൻ്റെ റൂഹ് ജീവനും, വഹയാത്തി ജീവിതവും, എൻ്റെ ജീവിതവും ജീവനും എൻ്റെ ഉമ്മയാണ്. അൻതുമ ദൗഉ സമായി, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ആകാശത്തിലെ പ്രകാശമാണ്. കന്നുജൂമി സാത്തി ആത്തി, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ. ലക്കുമ മാ ഇഷ്തു ഹുബ്ബി, ലക്കുമ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ്, ഇഷ്തു ഞാൻ ജീവിക്കുന്നത്, ഹുബ്ബി എൻ്റെ സ്നേഹവും, വദുആഇ എൻ്റെ പ്രാർത്ഥനയും, ഫി സ്വലാത്തി എൻ്റെ നമസ്കാരത്തിലുള്ള. ഇതാണ് ഈ പദ്യത്തിൻ്റെ ആശയം. ഇനി ഇതിന് താഴെ നമുക്ക് കാണാം. നുറാജിഉൽ മൻലൂമ വ നക്തശിഫു അൽഹാനൻ മുഖ്തലിഫ സുമ്മ നുൻഷിദുഹു. നുറാജിഉൽ മൻലൂമ, പദ്യം നമ്മൾ നോക്കുക. വ നക്തശിഫു അൽഹാനൻ മുഖ്തലിഫ,
വ്യത്യസ്തങ്ങളായ ഈണങ്ങൾ കണ്ടെത്തുക. സുമ്മ നുൻഷിദുഹു, പിന്നെ നമുക്കത് പാടണം. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഒരു അൻഷിത്ത പ്രവർത്തനമാണ്. ഓരോ ആളും ഈ പദ്യത്തിലെ എല്ലാ വരികളും, 5 വരികളാണുള്ളത്, 5 വരിയും നിങ്ങളുടേതായ ഈണത്തിൽ ചൊല്ലിയിട്ട് അതിന്റെ വോയിസ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം. ഓക്കെ, അത് നിർബന്ധമായും ചെയ്യണം, ആരും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ ഈ പദ്യം നിങ്ങൾ നന്നായി പാടി പഠിക്കുന്നു. നിങ്ങളുടേതായ ഈണത്തിലുള്ള ഒരു പാട്ട് നിങ്ങൾ വോയിസ് ആക്കി ഈ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന അടുത്തൊരു പ്രവർത്തനമാണ് അൻഷിത്ത, അല്ലെ, ഒരു പ്രവർത്തനമാണ് പേജ് 14 നമുക്കതൊന്ന് വായിക്കാം. നക്തഷിഫു മിനൽ മൻലൂമി, പദ്യത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നു. ബൈത്തൻ, ഒരു വരി. യുനാസിബുൽ ജുമല താലിയ, താഴെയുള്ള വാചകങ്ങൾക്ക് യോജിക്കുന്ന ഒരു വരി പദ്യത്തിൽ നിന്ന് കണ്ടെത്തണം. അപ്പൊ 4 വാചകങ്ങൾ, 4 ജുംലകൾ, സെന്റൻസുകളാണ് താഴെയുള്ളത്. അതിന്റെ ആശയത്തോട് യോജിക്കുന്ന പദ്യത്തിലെ വരി കണ്ടെത്താനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ഒരു പ്രവർത്തനമാണ്. ഓക്കെ, ഒന്നാമത്തത് അൽ അബു യഅമലു ലി സുറൂരി വലദിഹി, ഉപ്പ കുട്ടിയുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഒന്നുകൂടെ നോക്കിയേ, അൽ അബു യഅമലു ലി സുറൂരി വലദിഹി, ഇതാണ് ഒന്നാമത്തെ വാചകം. കുട്ടിയുടെ സന്തോഷത്തിനു വേണ്ടി ഉപ്പ വർക്ക് ചെയ്യുന്നു, എന്നാൽ അധ്വാനിക്കുന്നു, അല്ലെ, പരിശ്രമിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിന്റെ ആശയം വരുന്ന പദ്യം എവിടെ നോക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. യാ അബി അൻത ഹബീബി അൻത അഹ്ലുൽ മക്റുമാതി അൻത തസ്ആ ലി സുറൂരി അൻത തഷ്ഖാ ലി നജാതി. എങ്ങനെയാണ് നമ്മൾ ഇതിന് യോജിച്ച പദ്യത്തിലെ വരികൾ കണ്ടെത്തുക? ഇതിലുള്ള ഏതെങ്കിലും പദങ്ങൾ പദ്യത്തിലെ വരികൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അൽ അബ് യഅമലു സുറൂർ വലത്, ഇതിലേതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഓക്കെ, രണ്ടാമത്തെ വരി നോക്കിയേ. അൻത തസ്ആ ലി സുറൂർ, ഉണ്ടോ, സുറൂർ തസ്ആ, താങ്കൾ പരിശ്രമിക്കുന്നു, അല്ലെ, സുറൂർ എന്റെ സന്തോഷത്തിന് വേണ്ടി, ഉണ്ടോ. അപ്പൊ ഈ വരിയാണ് അതിന് മാച്ച് ആവുന്ന, യോജിക്കുന്ന ഒരു വരി, അല്ലെ. രണ്ടാമത്തെ നോക്കൂ. അൽ അബു ഹബീബുൻ ഇന്ദി, ഉപ്പ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഹബീബ് എന്നൊരു പദം ഉണ്ട്, അല്ലേ. ഒന്നാമത്തെ വരിയിൽ കണ്ടോ, യാ അബി അൻത ഹബീബി, ഉണ്ടോ, ഉപ്പ നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മൂന്നാമത്തെ നോക്കി. അൽ ഉമ്മു റൂഹി വഹയാത്തി, ഉമ്മ എന്റെ ജീവനും ജീവിതവുമാണ്. എവിടെ വരുന്നത്? വാലി ഉമ്മി കുല്ലു ഫളലിൻ ഫഹിയ റൂഹി വഹയാത്തി, ശരിയല്ലേ. ഓക്കെ, നാലാമത്തത്. അൽ ഉമ്മു വൽ അബു കന്നുജൂമി സാത്തിആത്തി, പദ്യത്തിൽ വന്നിട്ടുണ്ടല്ലോ, അല്ലെ, നുജൂം, അല്ലെ, നക്ഷത്രങ്ങൾ വന്നില്ലേ. സാത്തിആത്ത്, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. എവിടെയാണ് നോക്കിയേ? നാലാമത്തെ വരിയിൽ, അല്ലെ. അൻതുമാ ദൗഉ സമാഇ കന്നുജൂമി സാത്തിആത്തി. അപ്പൊ ഇങ്ങനെയാണ് ആ ഓരോ നമ്പർ ഇട്ടിട്ട് ആ ചോദ്യം, ആ ജുംല എഴുതിയതിനു ശേഷം അതിന് യോജിക്കുന്ന പദ്യത്തിലെ വരികൾ, 2 ഭാഗത്തുള്ള വരികളും 2 സൈഡിലുള്ള വരികളും ഒന്നിച്ച് താഴേക്ക് എഴുതിയിട്ട് ഉത്തരം എഴുതി നോട്ട്ബുക്കിലേക്ക് എഴുതിയതിനു ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഇനി നമുക്കുള്ള അടുത്ത ഒരു പ്രവർത്തനമാണ് അൻഷിത്തയാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ നമ്മൾ മറ്റുള്ളവർ എഴുതിയ കവിത വായിക്കല്ലേ ചെയ്തത്, നമ്മൾ സ്വയം കവിത ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്വയമായിട്ട് കവിത ഉണ്ടാക്കുകയാണ്. അറബിയിലുള്ള കവിതയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മൾ ആരായി മാറുന്നു? അറബി കവിയായി മാറാൻ പോവുകയാണ്. നമുക്കൊന്ന് വായിക്കാം. നൻലിമു, നമ്മൾ രചിക്കുന്നു. അൽ മൻലൂമ, കവിത. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ വരികളുണ്ട്. അവിടെയൊക്കെ കുറെ ഒഴിവുകൾ ഇട്ടിട്ടുണ്ട്. ആ ഒഴിവുകൾ നിങ്ങൾ പൂരിപ്പിക്കുന്നതോടുകൂടി നിങ്ങളും ഒരു കവിയായി മാറുന്നു. ഓക്കെ, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. انظر ببغائي فوق الشجر ببغائي يأكل موزا ببغائي يشرب لبنا ببغائي. ഉൻലുർ, നോക്കൂ നോക്കൂ. ബബ്ഗാഇ, എന്റെ ബബ്ഗാഇനെ. ബബ്ഗാ എന്ന് കേട്ടിട്ടുണ്ടോ? ബബ്ഗാഉൻ, പാരറ്റ്, അല്ലെ, തത്ത. എന്റെ തത്തയെ നോക്കൂ. ഫൗഖ ശജരി ബബ്ഗാഇ,
ഫൗക ഷജരി മരത്തിന്റെ മുകളിലാണ് എന്റെ തത്തയുള്ളത് അല്ലേ. യഅ്കുലു മൗസൻ ബബ്ഗാഇ ബബ്ഗാ എന്താ തിന്നുന്നത്? യഅ്കുലു തിന്നുന്നു, മൗസൻ പഴം തിന്നുന്നു. യശ്റബു ലബനൻ ബബ്ഗാഇ യശ്റബു കുടിക്കുന്നു അല്ലെ, ലബനൻ പാല് കുടിക്കുന്നു, ബബ്ഗാഇ എന്റെ തത്ത. നോക്കൂ, ഈ പദ്യത്തില് ഈ രണ്ട് വരിയില് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബബ്ഗാ അല്ലേ അല്ലേ. എല്ലാ വരിയിലും കാണാം ബബ്ഗാ എന്ന്. ഓക്കെ, ഇനി ഇതുപോലെ മറ്റു വരികളിൽ വേറെ ചില ജീവികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനോട് യോജിക്കുന്ന ചില പദങ്ങൾ ചേർത്ത് കൊടുത്താൽ നമ്മൾക്കും ആ കവിത പൂർത്തിയാക്കാൻ സാധിക്കും. അടുത്ത വരി നോക്കാം നമുക്ക്. ഡാഷ് 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 അല്ലേ, അങ്ങനെ ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഫൗകൽ ഗുസ്നി ഉസ്ഫൂരി യഅ്കുലു സമറൻ ഉസ്ഫൂരി യശ്റബു മാഅൻ ഉസ്ഫൂരി. ഇതിൽ ഏതൊരു പക്ഷിയെ പറ്റിയാ പറയുന്നത്? കുറെ തവണ ആവർത്തിച്ച് വന്നൊരു പദം ഉണ്ടല്ലോ, ഏതാണത്? അയ്യ ഉസ്ഫൂർ അല്ലേ. കണ്ടോ, ഉസ്ഫൂരി 1 2 3 വരിയിൽ ഉസ്ഫൂർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ വരിയിൽ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. എന്താണത്? ഉൻളുർ ഉൻളുർ ബബ്ഗാഇ എന്നതിന് പകരം ഉൻളുർ ഉൻളുർ ഉസ്ഫൂരി ഫൗകൽ ഗുസ്നി ഉസ്ഫൂരി യഅ്കുലു സമറൻ ഉസ്ഫൂരി യശ്റബു മാഅൻ ഉസ്ഫൂരി. ഇനി അടുത്ത രണ്ട് വരികൾ നോക്കാം. ആദ്യത്തെ വരി ഒഴിവാണ്, ഡാഷ് ആണ്. പിന്നെ പറയുന്നു തഹ്ത ഷജരി ത്വാഊസി യഅ്കുലു ഹബ്ബൻ ഡാഷ് യർഖുസു ദൗമൻ ഡാഷ്. അപ്പൊ മുന്നത്തെ വരികൾ നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഇവിടെ എന്തായിരുന്നു? ഒന്നാമത്തെ വരിയിൽ നമ്മൾ എന്താ പൂരിപ്പിച്ചിരുന്നത്? ഉൻളുർ ഉൻളുർ ഉസ്ഫൂരി എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഉൻളുർ ഉൻളുർ ബബ്ഗാഇ. ഇവിടെ ഉൻളുർ ഉൻളുർ ഉസ്ഫൂരി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഉൻളുർ ഉൻളുർ താവൂസി തഹ്ത ഷജരി താവൂസി യഅ്കുലു ഹബ്ബൻ. പിന്നെന്താ ഉണ്ടായിരുന്നത്? ആ പക്ഷിയുടെ പേരാണ് അല്ലെ ഉസ്ഫൂർ. ഇവിടെ ബബ്ഗാ അല്ലേ. ഓക്കെ, അപ്പൊ അതുപോയ രീതിയിൽ ഇവിടെ എന്താക്കണം? യഅ്കുലു ഹബ്ബൻ താവൂസി യർഖുസു ദൗമൻ താവൂസി. കണ്ടോ? ഓക്കെ, ഉൻളുർ ഉൻളുർ താവൂസി തഹ്ത ഷജരി താവൂസി യഅ്കുലു ഹബ്ബൻ താവൂസി യർഖുസു ദൗമൻ താവൂസി. അടുത്ത വരി നോക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മൊത്തം നോക്കുമ്പോൾ അവസാനം എന്ത് മാത്രമേ ഉള്ളൂ? ഇൻദൽ ഹഖ്ലി എന്നുണ്ട്, ഉൽജൂമി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഉൽജൂം ഉൽജൂം എന്നൊരു പദം ഉണ്ടല്ലോ. എന്താ ഉൽജൂം എന്ന് പറഞ്ഞാൽ? പഠിച്ച പദമാണ്. കൊക്ക് അല്ലേ. കൊക്കിനെ പറ്റിയാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ വരി നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്താണ്? ഉൻളുർ ഉൻളുർ ഉൽജൂമി. അടുത്തൊന്നും കിട്ടല്ലോ. ഇൻദൽ ഹഖ്ലി ഉൽജൂമി. ഇനി ഉൽജൂം എന്താ? തിന്നുക എന്നല്ലേ നമ്മൾ പറയേണ്ടത്, അല്ലെ കുടിക്കുന്നതിനെ പറ്റി എന്തോന്ന് പറഞ്ഞാൽ മതി അല്ലേ. അപ്പൊ അടുത്ത വരിയും കിട്ടും. അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഉൽജൂമിനെ പറ്റിയാണ് കവിത എഴുതേണ്ടത്. ഉൻളുർ ഉൻളുർ ഉൽജൂമി ഇൻദൽ ഹഖ്ലി ഉൽജൂമി. ഉൽജൂം എന്താ ഏറ്റവും ഇഷ്ടം തിന്നാന്? മീനല്ലേ, സമക്ക് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതും? ഇവിടെ ഉള്ളതുപോലെ നോക്കിയേ. ഇവിടെ കണ്ടില്ലേ? യഅ്കുലു ഹബ്ബൻ അല്ലെ, ധാന്യം തിന്നുന്ന മണികളില്ലേ. അപ്പൊ അതുപോലെ ഇവിടെ എന്താ വേണ്ടത് നമുക്ക്? ഉൽജൂം എന്താ? സമക്ക്. യഅ്കുലു സമകൻ ഉൽജൂമി അല്ലേ. അപ്പൊ 3 വരി കിട്ടി. ഉൻളുർ ഉൻളുർ ഉൽജൂമി ഇൻദൽ ഹഖ്ലി ഉൽജൂമി യഅ്കുലു സമകൻ ഉൽജൂമി. പിന്നെ ഉൽജൂമിന്റെ നിറം പറഞ്ഞേ. അബിയദ് അല്ലേ. അബിയദു ലൗനൻ ഉൽജൂമി അബിയദു ലൗനൻ ഉൽജൂമി. നമുക്ക് മുഴുവൻ നോക്കാം. انظر انظر ببغائي فوق الشجر ببغائي يأكل موزا ببغائي يشرب لبنا ببغائي انظر انظر عصفوري فوق الغصن عصفوري يأكل ثمرا عصفوري يشرب ماء عصفوري انظر انظر طاووسي تحت الشجر طاووسي يأكل حبا طاووسي يرقص دوما طاووسي انظر انظر علجومي عند الحقل علجومي يأكل سمكا علجومي أبيض لونا علجومي. അപ്പോൾ നമ്മുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പാഠത്തിൽ കുറച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഓരോ പ്രവർത്തനങ്ങളും ഭംഗിയായി ചെയ്ത് എഴുതി നോട്ട്ബുക്കിൽ എഴുതിയതിനു ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക.
ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മഅസ്സലാമ.